നമസ്കാരം. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലും തുടർന്നുണ്ടായ കൂട്ടക്കൊലയിലും തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി സമ്മതിച്ചു. CBS ന്യൂസിന്റെ 60 മിനിറ്റ്സ് എന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ തുറന്നുപറച്ചിൽ നടത്തിയത്. എന്നാൽ ഈ ഉത്തരവാദിത്തം തന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും സുരക്ഷാ വിഭാഗത്തിന്റെയും ഉന്നത തലങ്ങൾ മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഒക്ടോബർ 7-ന് മുമ്പ് സംഭവിച്ചതിനേക്കാൾ പ്രധാനം ആ തീയതിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണെന്ന് നെതന്യാഹു അഭിമുഖത്തിൽ വാദിക്കുന്നു. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന മിക്ക ഉദ്യോഗസ്ഥരും രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടും നെതന്യാഹു മാത്രം സ്ഥാനത്ത് തുടരുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് പലരും കാലാവധി പൂർത്തിയാക്കിയാണ് പോയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറിയവർ പോലും യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗികമായ സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് എൻക്വയറി രൂപീകരിക്കാൻ നെതന്യാഹു ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം രാഷ്ട്രീയമായി നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് അദ്ദേഹം താൽപര്യപ്പെടുന്നത്. ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇതിനെ എതിർക്കുന്നത്. 2022-ൽ മുൻ സർക്കാരിനെതിരെ ഇത്തരമൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് നെതന്യാഹു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഹോളോകോസ്റ്റിന് ശേഷം ജൂതർ നേരിട്ട ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന് 2.5 വർഷം പിന്നിട്ടിട്ടും കൃത്യമായ ഒരു അന്വേഷണത്തിന് അനുമതി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഒക്ടോബർ 7 വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ഇറാൻ ഒരുക്കിയ മരണക്കെണിയിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കലായിരുന്നുവെന്നും 7 വ്യത്യസ്ത മുന്നണികളിൽ തങ്ങൾ ഭീകരതയെ വിജയകരമായി ചെറുക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. അമേരിക്കയിലെ യുവതലമുറയ്ക്കിടയിൽ ഇസ്രായേലിനോടുള്ള പിന്തുണ കുത്തനെ ഇടിയുന്നതിനെക്കുറിച്ചും അഭിമുഖത്തിൽ ചോദ്യമുയർന്നു. ഇതിന് കാരണം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളും ചില രാജ്യങ്ങൾ നടത്തുന്ന ആസൂത്രിതമായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കലുമാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഗസയിലും ലബനനിലും സിവിലിയന്മാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ഇസ്രായേൽ വിരുദ്ധ പ്രചാരണങ്ങൾ ലോകമെമ്പാടും ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ന്യായീകരിക്കുമ്പോഴും രാജ്യത്തിനകത്ത് നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സുരക്ഷാ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. എന്നാൽ ഈ വീഴ്ചകളെ ഒരു വലിയ സംവിധാനത്തിന്റെ പരാജയമായി ചിത്രീകരിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. CBS പുറത്തുവിട്ട അഭിമുഖത്തിന്റെ മുഴുവൻ ട്രാൻസ്ക്രിപ്റ്റിലാണ് പുറത്തുവിടാത്ത ഈ നിർണായക ഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഭാവിയിലും സുരക്ഷാ നയങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനകൾ. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഇത് വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ പദവിയിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഈ വെളിപ്പെടുത്തലുകൾ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും സർക്കാരിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുന്നതിലെ കാലതാമസം നീതിനിഷേധമാണെന്ന ആരോപണവും ശക്തമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഓരോ വാക്കും വലിയ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്.